കേരളത്തിൽ മാത്രമല്ല ലക്ഷദ്വീപുകാർക്കുമൊക്കെ ചൂര വലിയ പ്രിയപ്പെട്ട ഇനമാണ്. യെല്ലോ ഫിൻ ചൂണ, ബ്ലൂ ഫിൻ ട്യൂണ, അങ്ങനെ പലതരത്തിൽ ഈ മീനുകൾ, ചൂര മീനുകൾ അറിയപ്പെടുന്നു. വെള്ളച്ചൂര എന്നും കറുത്ത ചൂര എന്നും ഒക്കെ പറയാറുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ, തെക്കൻ കേരളത്തിൽ ഇത് പ്രിയപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യോ, തിരുവനന്തപുരംകാരുടെ ചൂരമീൻ കറിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കണ്ടോ, വായിൽ അങ്ങനെ ഉമിനീര് വന്ന് നിറയുന്നില്ലേ? ഇന്നൊരു ചൂരക്കറി കൂട്ടിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ഇതോടെ തീരുമാനമെടുത്തവരുണ്ട് ഈ കൂട്ടത്തിൽ. ചൂര മലബാറുകാർക്ക് ഇഷ്ടം മീനാണോ? അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായം രണ്ടുണ്ട് കേട്ടോ. മലബാറിലെ ഹോട്ടലുകൾ മുതൽ കല്യാണ വിരുന്നിൽ വരെ ചൂര ഒരു വിഭവമായി എത്താറുണ്ട് എന്നും നമുക്കറിയാം. കോഴിക്കോട്ടെ ചൂരയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞു തരും. ചൂര അഥവാ മലബാറുകാരുടെ സൂതമീൻ, ഇത് തെക്കൻ ജില്ലക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട മീനാണ്. എന്നാൽ മലബാറുകാർക്ക് ഇതിനോട് അത്ര ഇഷ്ടമുണ്ടോ? ഇതിനുള്ള ഉത്തരം തേടി നമ്മൾ ഉള്ളത് കോഴിക്കോട്ടെ വെള്ളയിൽ ഹാർബറിലാണ്. മത്തിയും കുഞ്ഞൻ മത്തിയുമൊക്കെ സാധാരണയായി കോഴിക്കോട്ടങ്ങാടിയിൽ ധാരാളം വിൽപ്പനയ്ക്ക് കാണാം. അക്കൂട്ടത്തിൽ ചൂരമീനും ഉണ്ടാകും. ചൂര കറി വെച്ച് കപ്പയ്ക്കൊപ്പം കൂട്ടാൻ മലബാറുകാർക്ക് ഇഷ്ടമാണ്. മലബാറുകാർക്ക് എല്ലാ മീനും താല്പര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു മീൻ അങ്ങനൊന്നും ഇല്ല. എല്ലാ മീനും ഓരോ സീസണിൽ വരുന്ന മീനിൽ രുചിയുള്ള മീൻ നോക്കിയിട്ട് എല്ലാവരും കറിക്കെടുക്കും. കടൽ പണിക്കാരെന്ന് പറഞ്ഞാൽ ഒരു അധ്വാനിച്ച് വരുന്ന മീനിൻ്റെ അകത്ത് നല്ല മീൻ നോക്കി കറിക്കെടുക്കും. മത്തിക്കറി മത്തിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കറി വെക്കും. സൂതക്ക് സൂതൻ്റെ ആയിട്ടുള്ള ടേസ്റ്റിൽ കറി വെക്കും. ഇപ്പോൾ എല്ലാ കല്യാണ വീട്ടുകളൊക്കെ ചോറും സൂതക്കറിയും അതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡ്. ചൂരയാണ്. അതിപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ അപൂർവമായിട്ടേ കഴിക്കത്തുള്ളൂ. കൂടുതലും തെക്കൻ മലബാറിലാണ് കഴിക്കുന്നത് ചൂര. അവിടുത്തെ ഫേവറേറ്റ് മീനാണ് സൂത. കോഴിക്കോട്ടാർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കഴിക്കും. പല ഐറ്റം സൂതുണ്ട്. കേദറുണ്ട്, കേരുണ്ട്, സവുണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ പല മീനുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മീനാണ് ചൂരമീൻ. മലബാറൊക്കെ ഒരു അനിഷ്ടത്തിന്റെ കാര്യമാണോ എന്താ സൂതനോട്? അല്ല, കഷ്ണമീൻ കൂടുതലായിട്ട് താല്പര്യപ്പെടാത്തവരാണ്. പക്ഷെ സാഹചര്യപ്രകാരം കഴിക്കും. ടേസ്റ്റിൻ്റെ കൊണ്ടല്ല, കൂടുതലും അത് കണ്ടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ വരവ് കുറവും കൂടുതലായിട്ട് ഇവിടെ കഴിച്ചു പോകുന്ന സംഗതികൾ മത്തി, അയില, ചെറിയ മീൻ, മെത്തൽ, മാന്ത, അങ്ങനെ ചെറിയ ചെറിയ മീനാണ് കോഴിക്കോട് വടക്കൻ മലബാറിലുള്ള ആൾക്കാർക്ക് ഇഷ്ടം. ഷെഫ്, സൂത നോക്കുമ്പോൾ ചെറിയൊരു കറുപ്പ് നിറമൊക്കെ സൂതയിൽ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത പ്രശ്നമുണ്ടോ? അത് പല ടൈപ്പ് സൂതുണ്ട്. പല കറുപ്പ് സൂതയിലാണ് കൂടുതൽ നിങ്ങളിപ്പോൾ ചൂടാണ്ട് അതിൻ്റെ ഇറച്ചി മോശമായിട്ടല്ല. സൂത എന്ന് പറഞ്ഞ മീൻ എല്ലാ ദിവസവും ഉണ്ടാവില്ല. അത് വരത്ത് മീനായിട്ട് തന്നെ വരുന്നതാണ്. പ്രിയമുള്ള മീനാണെങ്കിൽ കൊണ്ട് പിന്നെ അത് വരുന്ന ഒരു മാസമുണ്ട്. ആ മാസത്തേക്ക് കിട്ടും. പിന്നെ ഇത് കൂടുതലും കളിക്കുന്നത് മൂപ്പര് പുറംകടലിലാണ്. അത് കരക്ക് വരണമെങ്കിൽ തോന മീനുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ മൂപ്പരിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആകുമ്പോൾ സാധാരണ പോയി പിടിക്കുന്നവരുടെ ഇടയിലേക്ക് മൂപ്പര് കയറി വരുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മൂപ്പരെ തേടി പോകണം. സൂതയത്തിന് തേടി പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ കോഴിക്കോടുണ്ട്. ആ ജോലിക്കാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ 20-30 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ആ സാധനം കിടക്കുന്നത്. അപ്പോൾ അതിലും ചൂട് കൂടിയതിനെ കൊണ്ട് ഒരു 60 നോട്ടിക്കൽ മൈൽ 100 നോട്ടിക്കൽ മൈലൊക്കെ ഉണ്ടാവും. വിലയുടെ തോന്നുന്നൊരു ഇത് വൈറ്റ് സൂത 200-150 ഉണ്ടെങ്കിൽ അതൊരു 100-125-80 റേറ്റിലെ KGക്ക് പോവുള്ളൂ. സൂതയോട് മലബാറുകാർക്ക് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല, എന്നാൽ ഇഷ്ടക്കേടുമില്ല. മറ്റെല്ലാ മീനിനെയും പോലെ സൂതയും തീൻമേശയിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം മീനിൻ്റെ ലഭ്യത ഒരു പ്രധാന ഘടകമാണ്. ക്യാമറമാൻ ഷജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.